സജ്ജനങ്ങളുടെ കൂടെ നടക്കുക. പുണ്യനബി തങ്ങൾ ഇവിടുത്തെ സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞു, ലാ തസുബ്ബൂ അസ്ഹാബീ, എന്റെ സ്വഹാബിമാരെ നിങ്ങളാരും ചീത്ത വിളിക്കരുതേ, ചീത്ത പറയരുതേ. ഫലൗലാ അന്ന അഹദകും അൻഫഖ മിസ്ല ജബലി ഉഹുദിൻ ദഹബാ, നിങ്ങൾ എത്ര വലിയ അമൽ ചെയ്തവരായിരിക്കട്ടെ, ഉഹദ് മലയോളം സ്വർണം നിങ്ങൾ അല്ലാഹുവിന് ദാനം ചെയ്തു എന്നിരിക്കട്ടെ, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫാ, എന്റെ സ്വഹാബിമാർ ചെയ്ത ഒരു മുദ്ദിനോളമോ, നിങ്ങളുടെ പെണ്ണുങ്ങൾ തലയിൽ വെക്കുന്ന ഒരു ചെറിയ സാധനത്തിന് നസീഫ് എന്ന് പറയാ, ചെറിയൊരു ടവല് പോലത്തെ, അതിനോളമോ ആ മുദ്ദിനോളമോ നിങ്ങൾ ചെയ്ത ഉഹദിനോളം വരുന്നത് എന്റെ സ്വഹാബ് ചെയ്ത ഒരു മുദ്ദിനോളം എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അമലുകൾക്ക് കൂലി കൂടുതലാണ്. സ്വഹാബിമാർ കുറച്ച് ചെയ്താൽ മതി, അവർക്ക് പ്രതിഫലം കൂടുതലാണ്. എന്തുകൊണ്ട് കിട്ടിയെന്നറിയോ? നല്ലവരിൽ നല്ലവരായ ഹബീബായ നബി തങ്ങളുടെ കൂടെ നടന്നതിന്റെ പേരിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യസ്തവീ മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദ് വഖാതലൂ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്നാ. മക്കാ വിജയം നടക്കുന്നതിന് മുമ്പ്, മക്കാ വിജയം കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. മക്കാ വിജയത്തിന്റെ മുമ്പ് ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ സംബന്ധിക്കുകയും പുണ്യനബി തങ്ങളുടെ കൂടെ ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആളുകളായ മുഹാജിറുകളും അൻസ്വാരികളും ഈ മക്കാ വിജയത്തിന് ശേഷം വന്നവരും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്നാ, എല്ലാ സ്വഹാബിമാർക്കും ഹബീബിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ സഹവസിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ഥാനങ്ങളിൽ അവരൊരുപോലെയല്ല. പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് സ്വഹീഹുൽ ബുഖാരിയില്, യഗ്സൂ ഫിആമും മിനന്നാസ്, ഒരു കൂട്ടം ആളുകൾ യുദ്ധം ചെയ്യാൻ വരും, ഒരു യുദ്ധം നടക്കും. ഫയുഖാൽ, ആ സമയം അവിടെ സൈന്യാധിപന്മാർ വിളിച്ചു ചോദിക്കും, ഹൽ ഫീകും മൻ റആ മുഹമ്മദാ, നിങ്ങളിൽ ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരുണ്ടോ ഈ കൂട്ടത്തിൽ? യഗ്സൂ ഫിആമും മിനന്നാസ് ഫയുഖാലു ഹൽ ഫീകും മൻ റആ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൽ, നിങ്ങളിലുണ്ടോ, ഫീകും മൻ റആ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യ നബിയെ കണ്ടവർ നിങ്ങളിലുണ്ടോ? സ്വഹാബിമാരുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലൂന നഅം, അവര് പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, ഒരു സ്വഹാബിയാണെങ്കിലും മദീന, ആ ഒരു സ്വഹാബിയുടെ ബറക്കത്ത് കൊണ്ട് ആ യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടാകും. താബീങ്ങളുടെ കാലത്തും പിന്നെ താബിഈങ്ങളുടെ കാലത്ത് യുദ്ധം നടക്കും. ഹൽ ഫീകും മൻ റആ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരുണ്ടോ? സ്വഹാബിയെ കണ്ടവരുണ്ടോ? ഫയുഖാലു നഅം, അപ്പ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, അവർക്ക് അല്ലാഹു വിജയം കൊടുക്കും. താബിഈങ്ങളുടെ കാലം വരും. ثم يغزو فئام من الناس فيقال هل فيكم من رأى محمدا صلى الله عليه وسلم, റസൂലുള്ളാഹിനെ കണ്ടവരുണ്ടോ? താബിഈങ്ങളെ കണ്ടവരുണ്ടോ എന്നാ ചോദ്യം. തങ്ങളെ കണ്ട സ്വഹാബിമാർ, അവരെ കണ്ട താബിഉകൾ, താബിഈങ്ങളെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളിലുണ്ടോ? ഫയഖൂലൂന നഅം, അവർ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, ആ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു യുദ്ധത്തിൽ വിജയം കൊടുക്കുന്നു.
സുബ്ഹാനല്ലാഹ്. നോക്കണേ, തങ്ങളെ കണ്ടു, ആ കണ്ടവരെ കണ്ടു, അവരെ കണ്ടു, ആ കണ്ടവരെ കണ്ടു. ഇതൊക്കെ ബറക്കത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ സിൽസില, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആലിമീങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം. ആലിമീങ്ങൾ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തുന്ന സിൽസില, ത്വരീഖത്തിന്റെ സിൽസിലയെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിന് തെളിവുണ്ട്. മഹാനായ അബൂദാവൂദ് സജിസ്താനി റഹിമഹുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളിലേക്ക് എത്തുന്ന സിൽസിലയുള്ള മഹാനാണ്. അബൂദാവൂദ് സജിസ്താനി തങ്ങളെ സുലൈമാൻ ബിൻ അശ്അത്ത് എന്നാണ് അറിയപ്പെടുക. സ്വഹിബ് സുനൻ, വേറെയും ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനവറുകൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കണ്ടുപിടിച്ച ആളാ. അവരുടെ ഷെയ്ഖാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ രീതിയിലൂടെ ആ സ്വഭാവ ഗുണങ്ങളെ മഹാനവറുകളുടെ ജീവിതചര്യയും ഔറാദുകളും കൊണ്ട് നടന്ന മഹാനാണ് അബൂദാവൂദ് സജിസ്താനി സുലൈമാൻ ബിൻ അശ്അത്ത് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ ആണെങ്കിലോ ശാഫി ഇമാമിന്റെ ഉസ്താദായിരുന്ന വക്കീഅ് ഇബ്നുൽ ജറാഹ് തങ്ങളിൽ നിന്നാണ് മഹാനവറുകൾ ആ മാർഗം സ്വീകരിച്ചത്. വക്കീഅ് ഇബ്നുൽ ജറാഹ് തങ്ങൾ പഠിച്ചെടുത്തത് ആരിൽ നിന്നാണ്? സുഫിയാനു സൗരി തങ്ങളിൽ നിന്നാണ്. സുഫിയാനു സൗരി തങ്ങളോ മഹാനായ അല്ലാമ മൻസൂർ തങ്ങൾ, മൻസൂർ ബിൽ മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന്. മൻസൂർ ബിൽ മുഅ്തമിർ തങ്ങളാണെങ്കിലോ സുലൈമാൻ ഇബ്നു മിഹ്റാനുൽ അഅ്മശ്, ഇമാം അഅ്മശ് എന്ന് പറയുന്ന മഹാനിൽ നിന്ന്. അഅ്മശ് എന്നവരോ ഇബ്രാഹിം നഖഈയിൽ നിന്ന്. ഇബ്രാഹിം നഖഈ എന്നവര് അൽഖമത്തു നഖഈ തങ്ങളിൽ നിന്ന്. അൽഖമ തങ്ങളോ മിൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങളിൽ നിന്ന്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവർ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വരീഖത്തിന്റെ സിൽസിലകൾ, ഔലിയാഇന്റെ സിൽസിലകൾ ഇങ്ങനെയാണ്. അത് ലോകത്ത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൽമുദ് ദിറായ, ഇൽമുർ റിവായ എന്ന് പറഞ്ഞ രണ്ട് ഇൽമുകൾ ഉണ്ടാവാൻ കാരണം. റിവായത്തിന്റെ ഇൽമ് ഒരു ശൈഖിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഗുരുനാഥൻ ആരാ? എന്റെ ഗുരുനാഥൻ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. മഹാനവറുകളുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്. ആ തലമുറ കടന്നെത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. നമ്മുടെ മഹത്തുക്കളുടെ ഒരു പാരമ്പര്യമുണ്ട്. സമസ്തകല ജമീഅത്തുൽ ഉലമയുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ ശംസുൽ ഉലമയിലൂടെ കടന്നു പോകുന്ന ഒരു സിൽസിലയുണ്ട്. കണിയത്ത് ഉസ്താദിന്റെ വഴിക്ക് കടന്നു പോകുന്ന ഒരു സിൽസിലയുണ്ട്. ആ ഒരു വഴി ശരിയാകുമ്പോഴാണ് നമുക്ക് ആ മഹത്തുക്കളുടെ മഹാത്മ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഒറ്റക്ക് കിതാബ് പഠിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഓതിത്തരാതെ, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പഠിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചിരുന്ന അറബി പഠിച്ചു. ഇപ്പൊ ഗൂഗിളിനോട് ചോദിക്കാം, അല്ലെ, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. ഇതൊക്കെ അറിവ് കിട്ടും. ഇൽമ് കിട്ടണമെങ്കിൽ ശൈഖന്മാരുടെ അടുത്ത് പഠിക്കണം. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തുനിന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനവറിൽ നിന്ന് 8 വർഷമോ അതിലേറെയോ കിതാബുകൾ ഓതി പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. കൂട്ടുകൂടുള്ള ആൾക്കാർക്കൊക്കെ അവസരമുണ്ടായി. ആ ഒരു ശൈഖിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അവരവരുടെ ഷെയ്ഖിൽ നിന്ന് അങ്ങനെ കടന്നു പോകുന്ന ഒരു പാരമ്പര്യം. നമ്മുടെ ഉസ്താദുമാർ ദർസ് നടത്തും അങ്ങനെയാണ്. നമ്മുടെ മുദരിസുമാർ, അവർക്ക് ഇജാസത്ത് കൊടുത്തൊരു ഗുരുനാഥനുണ്ടാവും, അവർക്ക് ഇജാസത്ത് കൊടുത്ത മറ്റൊരു ഗുരുനാഥനുണ്ടാവും. ആ ഒരു സിൽസിലയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ മാർഗം ശരിയാവുന്നത്. അങ്ങനെ ഒരു ഷെയ്ഖ് ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഒരു മനുഷ്യൻ പറയുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ കാലം അവർ സ്വീകരിക്കൂല എന്നാണ്. ദിറായത്തിന്റെ ഇൽമ് എന്നതിനും പറയാം. ഒരാൾ പഠിച്ചുണ്ടാക്കിയെന്ന്, എന്റെ ഷെയ്ഖ് ആരാണ്, ആരിൽ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിക്കും. ആരിൽ നിന്നാണ് പഠിച്ചത്? അവരുടെ ഉസ്താദ് ആരാണ്? അവരുടെ ഗുരുനാഥൻ ആരാണ്? അവരുടെ ഷെയ്ഖ് ആരാണ്? ആ പഠനമാണ് സനദിനെ കുറിച്ചുള്ള ഇൽമ് എന്ന് പറയുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് എത്തുന്നൊരു സനദ് വേണം. തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് അങ്ങനെ പറയാം. തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം തങ്ങളുടെ ഖൗലിന് സനദ് വേണമെങ്കിൽ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായ പുണ്യമായ ബറക്കത്തുള്ള അവിടുത്തെ ഷഅർ മുബാറക്ക്, അവിടുത്തെ
എന്ത് നഅല് മുബാറക്, അവിടുത്തെ പരിശുദ്ധമായ ഖമീസ് മുബാറക് എന്തായിരുന്നോട്ടെ, സനദ് വേണമെന്ന ഹബീബിലേക്ക് എത്തിച്ചേരുന്നു. ആർക്ക് കിട്ടി? ആരിൽ നിന്ന് കിട്ടി? സത്യസന്ധരായ ആളുകളിലൂടെ ആണെങ്കിലാണ് ഉമ്മത്ത് സ്വീകരിക്കുള്ളൂ. ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, മഹാനായ അല്ലമ ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീനഹു. എവിടെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കരുതെന്ന, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി പഠിപ്പിക്കരുതെന്ന. എങ്ങനെ? ആ ഒരു പാരമ്പര്യത്തിലൂടെ പഠിച്ചു വന്ന ആലിമീങ്ങളുടെ അടുത്താണ് നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? ഇന്ന ഹാദൽ അംറ ദീനുൻ, ഇത് ദീനാണ്. ഫൽയൻദുർ അഹദുകും അമ്മൻ യഅഖുദു ദീനഹു, ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ പഠിക്കുന്നത് എന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സനദ് വേണമെന്ന ഈ സനദ് എന്ന് പറയുന്നതാണ് ത്വരീഖത്തിന്റെ വഴി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്ക്, അഷ്റഫുൽ ഖൽഖ് തങ്ങളിലേക്ക് എത്തുന്ന സനദ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലേക്ക് എത്തിച്ചേരുന്ന സനദ്, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ സിൽസില ഹസനിയും ഹുസൈനിയുമാണ്. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. തങ്ങൾക്ക് ഷരീഫ് എന്നാ പറയാ. അറബ് നാടുകളിലൊക്കെ ഷരീഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നറിയുള്ളൂ. നമ്മൾ തങ്ങൾ എന്ന് പറയും, സയ്യിദ് എന്ന് പറയും. അറബ് നാടുകളിൽ അതറിയപ്പെടണമെങ്കിൽ ഷരീഫ് എന്നാ പറയാ. ഷരീഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നറിയുള്ളൂ. ഹാദ ഷരീഫ് അങ്ങനെ പറഞ്ഞാൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ. പിതാവിന്റെ പരമ്പരയിലൂടെ ഹുസൈനിയും ഉമ്മയുടെ പരമ്പരയിലൂടെ ഹസനിയുമാണല്ലോ ജീലാനി തങ്ങളെ അങ്ങ്. അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഉമ്മയും പിതാവും രണ്ടുപേരും തങ്ങന്മാരാണ്. രണ്ടും ഫാത്തിമയുടെ ഓരോരോ മക്കളിലേക്ക് എത്തിച്ചേരുന്നത്. വാപ്പ ഹുസൈനിയാണ്, ഉമ്മ ഹസനിയാണ്. അങ്ങനെ അഹ്ലു ബൈത്തിലേക്ക് എത്തുന്ന മഹാനാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളവറുകൾ, അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ. മഹത്തുക്കൾക്ക് ഈ ഒരു പാരമ്പര്യം പറയാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇൽമു പഠിച്ച ഒരു മഹദിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുരീദത്ത് അംറ ബിൻത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ കൂടെ ഒരുപാട് കാലം മഹദി റളിയല്ലാഹു അൻഹ ഖിദ്മത്ത് ചെയ്ത് ഇൽമു പഠിച്ചു. ആയിഷ ബീവി ഉമ്മാന്നാ വിളിക്കുക. യാ ഉമ്മാ, ഉമ്മാ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ ബീവിയെ അഭിസംബോധന ചെയ്തിരുന്ന മഹദിയാണ് അംറ ബീവി റളിയല്ലാഹു അൻഹ. അംറ ബീവിക്ക് താബിഈങ്ങൾ കൊടുത്ത മഹത്വം വലുതാണ്. താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച മഹദിയാണ്. താബിഈങ്ങളും താബിഈങ്ങളെയും കണ്ട മഹദിയാണ്. അവരൊക്കെ അംറ ബീവിക്ക് വലിയ സ്ഥാനം കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്തായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ജീവിച്ചവരാണ്. അതുകൊണ്ട് മഹത്തുക്കളുടെ ഈ പാരമ്പര്യത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് ദീനിൽ. ഇമാം മാലിക് എന്നവർ, മാലിക് റളിയല്ലാഹു തആല അൻഹു, റബീഅത്തുർ റഈ എന്ന് പറയുന്ന മഹാനുണ്ട്. റബീഅത്ത് ഇബ്നു ഫറൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരുടെ ഗുരുനാഥനാണ്. മാലിക് എന്നവരുടെ ശിഷ്യനാണ് അല്ലാമ ഇബ്നു വഹബ് തങ്ങൾ. അല്ലാമ ഇബ്നു വഹബ് തങ്ങൾ മാലിക് തങ്ങളിൽ നിന്ന്, മാലിക് എന്നവര് മഹാനായ റബീഅത്തുർ റഈ തങ്ങളിൽ നിന്ന്, അങ്ങനെ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ, ഷാഫിഈ തങ്ങളെ നേരിട്ട് പഠിച്ച മഹാനാണ്. മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇമാം ബുവൈത്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം മുസ്നി തങ്ങൾ, മഹാനായ ഇമാം റബീഉൽ മുറാദി റഹ്മത്തുള്ളാഹി തആല അലൈഹിം, ഇവരൊക്കെ ഇമാം ഷാഫിഈ തങ്ങളുടെ മുരീദന്മാരാണ്. ഷാഫിഈ ഇമാമിൽ നിന്ന് ആ ഒരു ഖുലുഖും അഖ്ലാഖുകളും ഇൽമുകളും പഠിച്ചെടുത്തവരാ. അബൂ ഹനീഫ തങ്ങളുടെ ഒരു കൃപനായ ശിഷ്യനുണ്ട്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ യൂസുഫ് എന്ന മഹാനായ പണ്ഡിതന്റെ ഗുരുനാഥനും ഷെയ്ഖും മുറബ്ബിയുമാണ് മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഹനഫി മദ്ഹബിന്റെ ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ യൂസുഫ് എന്നവരെ ഒരു ചെറിയ ഒരു എഴുത്ത് പാഠശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മഹാനായ അബൂ ഹനീഫ തങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് ഈ മോൻ പഠിക്കുന്നുണ്ട്. അപ്പോഴാ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്, മോനെ നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചു തരാം.
അങ്ങനെ ഒപ്പം കൂട്ടിയതാണ് അബു ഹനീഫ തങ്ങള്. അബു യൂസുഫ് റഹ്മത്തുള്ളാഹി തആല വലിയ വലിയ പണ്ഡിതനായി മാറി. സ്വാഹിബു അബി ഹനീഫ, സ്വാഹിബു അബി ഹനീഫ, അബു ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന വിധം മഹാനവറുകൾക്ക് വലിയ മഹത്വം ഈ ഉമ്മത്ത് നൽകുകയാണ്. വാപ്പ ചീത്ത പറഞ്ഞു, വാപ്പയ്ക്ക് ദേഷ്യം വന്നു. കുട്ടി ദർസ് പറഞ്ഞേക്കാൻ വാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വാപ്പ ദേഷ്യപ്പെട്ടിട്ട് വന്നു പറഞ്ഞു, അബു ഹനീഫ തങ്ങളെ, എന്റെ മോനെ നിങ്ങള് കേടുവരുത്തെന്ന് ചോദിച്ചു. കേടുവരുത്തേ എന്തെന്ന് ചോദിച്ചു. എന്റെ മകനെ ജോലിക്ക് പറഞ്ഞയച്ച് എന്തെങ്കിലും ദിർഹം കൊണ്ടുവരാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഫാലി ഓതിയിരുന്നിട്ട് എന്ത് കിട്ടാനാ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഈ മോനെ ജോലിക്ക് പറഞ്ഞയച്ച് നിങ്ങൾക്ക് കാശ് വേണല്ലേ, എത്ര കിട്ടുമെന്ന് ചോദിച്ചു. അതും അതിലേറെയും ഞാൻ തരാം, ഇത് പിടിച്ചോന്ന് പറഞ്ഞു. ഈ കുട്ടി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഞാൻ തരാം. അബൂ ഹനീഫ തങ്ങൾ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന കച്ചവടക്കാരൻ കൂടിയായിരുന്നു അബൂ ഹനീഫ തങ്ങൾ. അറിയോ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജന്മം കൊണ്ട് മാതൃഭാഷ അറബിയല്ല. നോക്കണം, ദീൻ നിലനിർത്തിയ അല്ലാഹു ദീനെ നിലനിർത്തിയത് വലിയൊരു ഭാഗം അറബികളല്ലാത്ത പണ്ഡിതന്മാരെ കൊണ്ടാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അബൂ ഹനീഫ തങ്ങൾ അങ്ങനെയാണ്. മാലിക് ഇമാം എന്നിവർ അറബിയാണ്, പക്ഷെ ഖുറശിയല്ല. ഇമാം ഷാഫിഈ തങ്ങളാണ് ഖുറശിയായ അറബി. അഹ്മദ് ബിൻ ഹംബൽ എന്നിവരും അറബിയാണ്. ഇമാം ബുഖാരി തങ്ങൾ അറബിയാണോ? അല്ല, ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ഇമാം മുസ്ലിം എന്നവർ ഇറാനിയാണ്. അറബിയാണോ? അല്ല. നസായി തങ്ങൾ ഇറാനിയാണ്, അജമിയാണ്. അബൂദാവൂദ് എന്നവർ ഖുറാസാനിയാണ്. മഹാനായ ഇമാം തുർമുദി തങ്ങൾ, ഞാൻ തുർമുദി ഇമാമിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ അഫ്ഗാനിന്റെ ബോർഡറിലാണ്. ഉസ്ബെക്കിസ്ഥാനിന്റെ തിർമിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു 10-14 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യണം ഉസ്ബെക്കിസ്ഥാനിലെ അഫ്ഗാൻ ബോർഡറിലേക്ക്. സൈഹുൻ നദി ഒഴുകുന്ന സ്ഥലമാണത്. 2 മഹാന്മാരുണ്ട് അവിടെ. ആ മനോഹരമായ ഒരു കൊച്ചുനാടാണ്. മഹാനായ ഹക്കീമു തിർമിദി എന്ന് പറയുന്ന തസൗഫിന്റെ മഹാൻ അവിടെ ഉണ്ട്. അവിടെ തന്നെയാണ് സുനനിന്റെ സാഹിബായി ഇമാം തുർമിദി തങ്ങൾ, അബൂ ഈസ തുർമിദി തങ്ങളും. അവരൊന്നും അറബികളല്ല. സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം അറബിയാണോ? അല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി അറബിയല്ല, പക്ഷെ അവർക്ക് അറബി പഠിച്ചവരാ. അറബ് ഭാഷയിലെ ഹുജ്ജത്തുകളായി മാറിയിട്ടുണ്ട്. പക്ഷേ ജന്മം കൊണ്ടവരൊക്കെ അഅജമികളാണ്, അറബികളല്ല. നോക്കണം, സുഹാഹു സിത്തയുടെ ഇമാമിങ്ങളിൽ അറബിയായ ഇമാമിനെ കാണാൻ കഴിയില്ല. ബുഖാരി ഇമാം, മുസ്ലിം ഇമാം, അബൂദാവൂദ്, ഇബ്നു മാജ, ഇമാം നസായി, ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി ഒക്കെ അനർബികളാണ്. അല്ലാഹു നോക്കണം, ദീനെ നിലനിർത്തിയത് വലിയൊരു ഭാഗം അറബി ഭാഷ മാതൃഭാഷ സംസാരിക്കാത്ത ആളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അവരെ കൊണ്ടാണ് ദീൻ നിലനിൽക്കുന്നത്, അവരെ കൊണ്ടാണ് ഹദീസുകൾ നിലനിൽക്കുന്നത്. വലിയ വലിയ പണ്ഡിത് ഇമാം ദഹബി അറബിയല്ല. ഇൽമുൽ ജർഹ് വത്തഅദീൽ അറബികളായ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, അവരൊക്കെ അറബികളാണ്. ഇമാം ഷാഫിഈ തങ്ങൾ അറബിയാണ്. പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന അയിമ്മത്തിന്റെ വലിയൊരു വിഭാഗം ഖുറാസാനികളാണ്. ഇമാം മഹദി തങ്ങൾ വരുന്നതും ഖുറാസാനിൽ നിന്നായിരിക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു. ഖുറാസാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഗ്രേറ്റർ ഇറാൻ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും താജിക്കിസ്ഥാനും ഉൾക്കൊള്ളുന്ന പ്രദേശം. അതാണ് പഴയ കാലത്തെ ഇറാൻ, ഖുറാസാൻ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. മാവറ അന്നഹർ എന്ന് പറഞ്ഞാൽ ജയ്ഹൂൻ നദിയുടെ മേലെ നിൽക്കുന്ന പഴയ കാലത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗം, USSRന്റെ ഭാഗം. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഈ ബുഖാരി ഇമാമിന്റെ നാട്ടിലായിരുന്നു. അവിടെ പോകാൻ അവസരം ഉണ്ടായി. ഇമാം ബുഖാരി തങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലാണ്. അവിടുത്തെ മഖാമൊക്കെ വളരെ മനോഹരമായ മഖാമാണ്. ബുഖാരി ഇമാമിന്റെ മഖാം വളരെ മനോഹരമാണ്. അപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അതിന്റെ പണി കഴിഞ്ഞ് 4-5 വർഷമായിട്ടാണ് പണി തുടങ്ങിയിട്ട്. പണി തുടങ്ങുന്നതിന് മുമ്പ് പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോമ്പൗണ്ടിലേക്ക് ഇപ്പം സന്ദർശകർക്ക് പ്രവേശനമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ അത് സായിരീങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്ന് വിചാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹ്ബത്ത് കൊണ്ട് വലിയൊരു മഹത്വം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടുത്ത് അബ്ദുറഹ്മാൻ ഖാസിം അൽ അച്ഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം മാലിക് എന്നവരെ
നേരിട്ട് കണ്ട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇമാമിനെ കാണണം എന്ന് പറഞ്ഞിരുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ അൽ അച്ഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മാലിക് ഇമാം പറയും, എന്നോട് സംസാരിക്കണോ? ദാ മദീനത്തെ പള്ളിയിൽ ദർസുണ്ട്, നീ ദർസിൽ വന്നിരുന്നോ എന്ന് പറയും. എനിക്ക് അങ്ങയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. വലിയ സ്നേഹമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം അൽ അച്ഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് എന്നവർ പറഞ്ഞു, ദർസ് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോയാൽ നീ എൻ്റെ അടുത്ത് വന്നിരുന്നോ, ഞാൻ നിനക്ക് ഇൽമു പഠിപ്പിച്ചു തരാം. അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ അൽ അച്ഖി തങ്ങൾ പറയാ, ഇമാം മാലിക് തങ്ങളുടെ കൂടെ ഞാൻ 20 കൊല്ലം ജീവിച്ചു. ആ 20 കൊല്ലത്തിലെ ഓരോ ദിവസവും ദർസിൽ പറഞ്ഞു കൊടുക്കാത്ത ഇൽമ എനിക്ക് പറഞ്ഞു തന്നു. ആരും കേട്ടിട്ടില്ലാത്ത ഇൽമ, മഹാനവറുകൾ ദർസിൽ പറയാത്ത പുതിയൊരു ഇൽമ എനിക്ക് തരാത്ത ദിവസം ഉണ്ടായിട്ടില്ല. 20 കൊല്ലം അവിടെ ദർസിൽ ഇരുന്നിട്ട് ആ ദർസിൽ പറയാത്ത വളരെ രഹസ്യമായ ഗാഠമായ മസ്അലകളും അറിവുകളും ഓരോ ദിവസവും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം മാലിക് എന്നവര്. ഇമാം മാലിക് എന്നവരുടെ അറിവിന്റെ ആ ഒരു ബാഹുല്യം എത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ. ആലിമുൽ മദീന, മദീനയിൽ താമസിച്ചു പോയ ഇമാമു ദാരിൽ ഹിജ്റ, മദീനക്കാണ് ദാറുൽ ഹിജ്റ എന്ന് പറയാ. ഇമാമു ദാരിൽ ഹിജ്റ എന്ന് പറയുന്ന പരിശുദ്ധമായൊരു സ്ഥാനം അലങ്കരിച്ച മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ് മഹാനായ മാലിക് ഇബ്നു അനസ് അൽ മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. 20 വർഷം ഒരു മഹാന്റെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പഠിച്ച് ഒരുപാട് ഇൽമു നേടിയ മഹാന്മാരായ താബിഈങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ, മഹാനായ സുബൈർ ഇബ്നു അവ്വാം തങ്ങളുടെ ശിഷ്യന്മാർ, സെയ്ദ് ഇബ്നു ഹാരിസ് തങ്ങളുടെ ശിഷ്യന്മാർ, മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ അടുത്ത ശിഷ്യന്മാർ, ഇങ്ങനെ സ്വഹാബികളിലെ ആലിമീങ്ങൾ എന്നറിയപ്പെടുന്ന സ്വഹാബികളുണ്ട്. 21 പേരാണ് സ്വഹാബികളിലെ ആലിമീങ്ങൾ. അവർക്കൊക്കെ 100 കണക്കിന് ശിഷ്യന്മാർ സ്വഹാബികളിലുണ്ട്, താബിഈങ്ങളിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഗുരുശിഷ്യ ബന്ധം എന്നത് ഈ ദീനിന്റെ വല്ലാത്ത ഒരു ഘടകമാണ്. സജ്ജനങ്ങളുടെ കൂടെ കൂടിയല്ല എന്താണ് മഹത്വം എന്നറിയോ? ശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോ അവര് 7 പേരായിരുന്നു. സാമിനുഹും കൽബുഹും, അവരിൽ 8ാമത് അവരുടെ നായയായിരുന്നു എന്ന് പറഞ്ഞു. 8ാമത് അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ പറഞ്ഞെന്താ? 8ാമത് നായയായിരുന്നു. ആ 7ന്റെ കൂടെ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി വെച്ചു. കാരണം എന്താണെന്നറിയോ? ആ നായ സജ്ജനങ്ങളുടെ കൂടെ കൂടിയ ആളാണ്. അപ്പൊ നമ്മള് എൽമു കുറഞ്ഞ ആളുകളാണ്, നമ്മള് തെറ്റുകൾ കൂടിയ ആളുകളാണ്, നമ്മൾ കുഴപ്പക്കാരാണ്, നമുക്കൊരുപാട് തെറ്റുകുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഉണ്ട്. പക്ഷെ നമ്മൾ ആരുടെ കൂടെയാണ്, ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആരുടെ സ്വഹബത്താണ് നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്, ആ ഉണ്ടാകുന്ന മഹത്വം അല്ലാഹു അവർക്കും നൽകുകയാണ്. ഈ 7 പേര് ഗുഹയിലേക്ക് ഇങ്ങനെ രക്ഷപ്പെട്ട് ഓടുമ്പോ നായ അവരുടെ പിന്നാലെ കൂടിയതാണ് ചരിത്രം. നായ പിന്നാലെ കൂടിയപ്പോ ഇമാം ഖുർത്തുബി തങ്ങൾ ആ വിഷയം വളരെ മനോഹരമായി, ഇമാം ഖുർത്തുബി തങ്ങളാണ് ഈ യാത്ര പോയ 7 പേരുടെ പേര് വിവരങ്ങളും നാടും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. തംലീഹ എന്ന് പറയുന്ന ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളിന്ന് ജോർഡാനിലൊക്കെ പോയ ആളുകൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കിതാബ് എടുത്ത് നോക്കിയാലേ ആ സംഭവം നടക്കുന്നത് തർസൂസിലാണ്. തർസൂസ് എന്നതിനെയാണ് ഫഖ്റുദ്ദീൻ റാസി തങ്ങളടക്കം ഇമാം ഖുർത്തുബി അടക്കം അഫ്സോസ്, മദീനത്ത് അഫ്സോസ് എന്ന് തഫ്സീറുകൾ എഴുതി വെച്ചത്. ആ അഫ്സോസ് എന്ന് പറയുന്നത് തർസൂസ് എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു സ്ഥലമാണ്. ഇറാഖിന്റെ സിറിയയുടെ ബോർഡറിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ് തർസൂസ്. അവിടെ ഒരു ഗുഹയുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവും അത് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത്. 2 ഭാഗം ഞാൻ 2 സ്ഥലത്തും പോയിട്ടുണ്ട്. കിതാബ് പറഞ്ഞതനുസരിച്ച് അത് തുർക്കിയിലായിരിക്കണം. തർസൂസും അഫ്സൂസും ആ ഒരു എഞ്ചലൂസ് പർവ്വതവും ഇതൊക്കെ കിടക്കുന്നത് തുർക്കിയിലാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്തംബൂളിൽ നിന്ന് അദാനയിലേക്ക് ഫ്ലൈറ്റിന് പോകണം. തർസൂസിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് പോകണം. 1.5 മണിക്കൂർ 2 മണിക്കൂറിനകം നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. എന്നിട്ട് ടാക്സി വിളിച്ച് പോയാൽ മസ്ജിദു അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന നീണ്ട ഒരു ഒറ്റമിനാരമുള്ള ഒരു മസ്ജിദ് ഉണ്ട്. അങ്ങനെ തന്നെ ഒരു മസ്ജിദ് ജോർഡാനിലുമുണ്ട്.
ജോർദാനിൽ ആ ഗുഹ കണ്ടാൽ 7 ഖബർ അവിടെ ഉണ്ട്. ഖബറാളികളുടെ എല്ലുകൾ ഒരു ഗ്ലാസിന്റെ ഒരു ഫ്രെയിമിലാക്കി ആ ഖബറിൽ സൂക്ഷിച്ചു വെച്ചത് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ ഗുഹാവാസികൾ താമസിച്ചു എന്നറിയപ്പെടുന്ന അതിലും വലിയൊരു ഗുഹ, നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് നടന്നു ചെല്ലാൻ കഴിയുന്ന വളരെ തണുപ്പുള്ള ഒരു ഗുഹയുണ്ട് തർസൂസ് പട്ടണത്തിൽ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇസ്ഹാഖ് ഹുദവിയുണ്ട്, അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും തുർക്കിയിൽ നിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി യാത്ര പോയിരുന്നു. അവിടെയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. ദാനിയാൽ നബിയുടേത് എന്ന് പറയുന്ന ഖബർ അലക്സാൻഡ്രിയയിലുണ്ട്, ഈജിപ്തിൽ. ഞാനവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ ഖബറിന്റെ അടുത്താണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പക്ഷേ ദാനിയാൽ നബിയുടെ ചരിത്രത്തിൽ പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരം കേടുപാടുകൾ സംഭവിക്കാതെ കണ്ടെത്തിയൊരു ചരിത്രമുണ്ട്. അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത വിധം 10-20ഓളം ഖബറുകൾ കുഴിച്ച് ആ ഖബറിൽ ഒന്നിൽ മഹാനവറുകളെ മറവ് ചെയ്തു എന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ശരിയെങ്കിൽ അത് നടന്നത് തുർക്കിയിലാണ്. അല്ലാഹു അലം. ചരിത്രങ്ങൾ ആവർത്തിക്കും. ഒരേ പേരിലുള്ള പ്രവാചകന്മാർ ഒന്നിലേറെ വന്നിരിക്കാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാം എന്ന് പറയുന്നത് സലാലയിലുണ്ട്. അയ്യൂബ് നബിയുടെ ഖബർ എന്ന് പറയുന്നത് ഇറാഖിലുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമു അയ്യൂബ് എന്ന് പറയുന്ന ഒരു മഖാം തുർക്കിയിലുമുണ്ട്. ഒരേ പേരുള്ള നബിമാർ വന്നിട്ടുണ്ടായിരിക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരേ അയ്യൂബ് നബിയാണ് ഇത്. ഇവർ 3 പേരും ഒരേ നബിയായിരിക്കണം, നമുക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇന്ന് ഇറാഖിലുണ്ട്. അതേ സ്ഥലം ഷാംലി ഉർഫ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു നഗരത്തിലുണ്ട്. അവിടെ നമ്രൂദിന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങളും അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലം ജലാശയമായി കിടക്കണം. ചുറ്റും ഉണങ്ങിയ നാടാണത്, പക്ഷെ അവിടെ ജലാശയമുണ്ട്. സുബ്ഹാനല്ലാഹ്, മീനും മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടു എന്ന് പറഞ്ഞ ആ സ്ഥലം ഒരു മസ്ജിദാണ്. ആ മസ്ജിദിന്റെ അടി എന്ന് പറയുന്നത് ഒരു ഗ്ലാസിന്റെ സ്ലാബാണ്, എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് അല്ല. ആ ഗ്ലാസിനടിയിൽ ഉറവ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വെള്ളമാണ്. അവിടെ നമുക്ക് നിസ്കരിക്കാം. ഞാൻ ആ പള്ളി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മഹാത്ഭുതം അവിടുത്തെ ആളുകൾ പറയുന്നത്, തീ ഇട്ട സ്ഥലം അള്ളാഹു തണുപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഉറവയെ അള്ളാഹു കൊണ്ടുവരികയാണ്. തീയായിരുന്ന സ്ഥലത്ത് നിന്ന് അള്ളാഹു തആല വെള്ളത്തിന്റെ ഉറവയെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമുക്ക് സീറൂഫിൽ അർദ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആ അത്ഭുതങ്ങൾ നമ്മുടെ ഈമാനിനെ ആക്കം കൂട്ടും. അത്തരം നല്ല ഇടങ്ങളും നല്ല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തുമ്പോൾ അറിയുമ്പോൾ മഹത്തുക്കളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ശരിക്കൊന്ന് കടന്നു ചെല്ലാൻ കഴിയും. സാമിനുഹും കൽബുഹും. 7 ഗുഹാവാസികളുടെ കഥ പറഞ്ഞപ്പോ അവരിൽ 8ാമൻ അവരുടെ നായയായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞതിനെ മഹാന്മാർ പറയുകയാണ്.